സഹോദരന്മാരെ, ചോദ്യോത്തര സെഷൻ ആരംഭിക്കുന്നു. മുൻഭാഗത്ത് ഏർപ്പെടുത്തിയ ചെയറിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വന്നിരിക്കാം. 2 പേർക്കാണ് ഇവിടെ സീറ്റുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് 2 ആളുകൾക്ക് വരാം. വിഷയം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ അനുവദിക്കുക. നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ചോദ്യ ഉത്തര സമയത്ത് ചോദ്യം ചോദിക്കുന്ന വ്യക്തി ചോദ്യം മാത്രം ചോദിക്കുക, പ്രസംഗിക്കേണ്ടതില്ല. ഉത്തരം എവിടുന്ന് പറയുന്നതാണ്. റോഡ് ബ്ലോക്ക് ആക്കരുത്. സഹോദരന്മാർ 2 ഭാഗത്തേക്ക് മാറി നിൽക്കണം. റോഡ് ബ്ലോക്കാക്കാതെ സഹോദരന്മാർ മാറി നിൽക്കുക. നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് മാറി നിൽക്കുക. ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ അവരുടെ പേരും സ്ഥലവും പറയണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ അവരുടെ പേരും സ്ഥലവും പറയേണ്ടതുണ്ട്. ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് ഇവിടുന്ന് ഉത്തരം പറഞ്ഞതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഉപചോദ്യം ചോദിക്കാവുന്നതാണ്. അതിനവസരം നൽകുന്നതാണ്. റോഡ് ബ്ലോക്കാകുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റോഡ് ബ്ലോക്കായാൽ പരിപാടി തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് റോഡിൽ നിന്നും മാറി നിൽക്കണം. ദയവായി നിങ്ങൾ ആദ്യം നിന്നിരുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുക, അല്ലെങ്കിൽ റോഡിൻ്റെ മറുഭാഗത്തേക്ക് മാറി നിൽക്കുക. ചോദ്യം ചോദിക്കുന്ന ഭാഗത്തേക്ക് എല്ലാവരും കൂടി തിരക്കി വരേണ്ടതില്ല. ശ്രദ്ധിക്കുക. ചോദ്യോത്തര സെഷൻ ആരംഭിക്കുന്നു. ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ അവരുടെ പേരും സ്ഥലവും പറയണം. അത് പറയാൻ കാരണമുണ്ട്. വല്ലപ്പുഴയിലെ പരിപാടിയിൽ വല്ലപ്പുഴക്കാർക്ക് മുൻതൂക്കം കൊടുക്കണം. വല്ലപ്പുഴയിലെ വ്യക്തികൾക്ക് മുൻതൂക്കം കൊടുക്കണം. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. മറ്റുള്ള ആളുകൾക്ക് ചാൻസ് കൊടുക്കൂല എന്നല്ല, പക്ഷെ വല്ലപ്പുഴയിലെ പ്രവർത്തകർക്ക് മുൻതൂക്കം കൊടുക്കണം എന്നൊരു പ്രത്യേക നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് അവരുടെ പേരും സ്ഥലവും പ്രത്യേകമായി കളവ് പറയാതെ യഥാർത്ഥ പേരും യഥാർത്ഥ സ്ഥലവും പറയണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. കാരണം ഇത് മുഖാമുഖം കാണൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതുകൊണ്ടാണ് പറയുന്നത്. കൃത്യമായ ശരിയായ പേരും ശരിയായ സ്ഥലവും പറയണം എന്നുണർത്തുന്നു. റോഡ് ബ്ലോക്കാകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പരിപാടി തുടങ്ങാൻ അല്ലെങ്കിൽ തുടർ നടപടിക്ക് തടസ്സമാകുമെന്ന് പറഞ്ഞ് വ്യക്തമായി അറിയിക്കുന്നത് കൊണ്ടാണ് ദയവായി നിങ്ങൾ മറ്റ് സൈഡിലേക്ക് മാറി നിൽക്കണം. റോട്ടിലൂടെ വാഹനങ്ങൾ പോകുന്നത് തടസ്സപ്പെടുത്തരുത്. പരിപാടി സുഗമമായി നടത്തിപ്പിന് വേണ്ടി ഈ മുന്നിൽ നിൽക്കുന്ന ക്യാമറയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ഒന്ന് മാറി നിൽക്കണം. ശാന്തമായ അന്തരീക്ഷത്തിൽ എത്ര വലിയ മുസ്ലിയാക്കന്മാർ വന്നാലും ഇവിടെ ഉത്തരം പറഞ്ഞിട്ടേ ഞങ്ങൾ പോകൂ. ധൈര്യമായി ഉറപ്പ് നൽകുന്നു. കേരളത്തിലെ എത്ര വലിയ ആലിമ് വന്നാലും ശരി, ഇവിടുന്ന് മറുപടി പറഞ്ഞിട്ടേ ഞങ്ങൾ പോകുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുക. ഒരു പേടിയുമില്ല. ചോദ്യം ചോദിക്കാൻ വേണ്ടി സുഹൃത്തിന് ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എടവണ്ണ സ്വദേശിയാണ്. മുജാഹിദ് പ്രദേശത്ത് നിന്ന് വന്നതാണ്. എന്തിന് നിങ്ങൾ വല്ലപ്പുഴയിൽ വന്നു? ഈ മുജാഹിദ് പണ്ഡിതന്മാർ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലും മുഖാമുഖം നടത്താറുണ്ട്. ഞാൻ മുസ്ലിയാരല്ല, തുറന്നു പറയുന്നു. അപ്പോളിസ്റ്റർ വർക്ക് നടക്കുന്ന ഒരു നാടനാണ് മുജാഹിദ്. AP അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ ഉള്ള ഇവരെ 2 ഗ്രൂപ്പുമുള്ള സ്ഥലത്ത് നിന്ന് വന്നത്. എനിക്ക് ഇവിടെ ഇങ്ങനൊരു അവസരം തന്നില്ല. അൽഹംദുലില്ലാ. ചോദ്യകർത്താവിൻ്റെ ചോദ്യം മാന്യമായി ചോദിക്കാനുള്ള അവസരം തരുമെന്ന് പ്രതീക്ഷയോടുകൂടി ഇത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു മുഖാമുഖമാക്കി അള്ളാഹു മാറ്റിത്തരുമട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വ്യക്തമായിട്ട് മൗലവിമാര് പല കളവും പറഞ്ഞു. അതോടുകൂടി പറഞ്ഞു നബിദിനാഘോഷം അനിസ്ലാമികമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നു നബിദിനാഘോഷം ഇസ്ലാമികമാണ്. അതിൽ നിങ്ങൾ ഏറ്റവും വലിയ കാപട്യം നിങ്ങൾ പറയാറുള്ളത് അതിൽ ഇർതഖബതു അലൽ ഖതാ ഗൈറ അശ്രിൻ ബഅദദ് ലാക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇത് ഞങ്ങൾ മൗലിദാഘോഷത്തിൽ ഞങ്ങളെ മക്കള് പറയലുണ്ട്. നിങ്ങൾ പറയുന്നത് ശിർക്കാണ്. ഞാൻ പറയുന്നു, തുറന്നു ചോദിക്കുന്നു, ഇവിടെ നിന്ന് പരസ്യമായി പറയൂ. മൗലിദാഘോഷത്തിൽ ഞങ്ങൾ ഇർതഖബതു അലൽ ഖതാ ഗൈറ അശ്രിൻ ബഅദദ് എന്ന് ഞങ്ങളെ പ്രവാചകൻ നബിയെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? മറുപടി പറയൂ. ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്.
ഏതായിരുന്നാലും വല്ലപ്പുഴയിലും പരിസരത്തും നബിദിനാഘോഷം ഇസ്ലാമികമാണ് എന്ന് പറയാനോ സമർത്ഥിക്കാനോ ഒരാളുമില്ല എന്ന് ഇതിലൂടെ ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ കോട്ടക്കൽ ഒതുക്കുങ്ങലിൽ നിന്ന് എടവണ്ണ പത്തപുരത്ത് പോയി താമസമാക്കിയ അബ്ദുൽ മജീദ് തന്നെ ചോദ്യമുന്നയിക്കാൻ വേണ്ടി വരേണ്ടി വന്നത്. അപ്പൊ ഈ നാട്ടിൽ ഏതായിരുന്നാലും ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ടെങ്കിലും ആ മുസ്ലിയാക്കന്മാരൊന്നും ഈ വിഷയം സ്ഥാപിക്കാനോ സമർത്ഥിക്കാനോ സാധിക്കുന്നവരല്ല എന്ന് ഇതിലൂടെ ഈ നാട്ടുകാർ മനസ്സിലാക്കുക. നബിദിനാഘോഷം അനിസ്ലാമികമാണ്, അല്ല ഇസ്ലാമികമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണല്ലോ സുഹൃത്ത് മജീദിന്റെ വാദം. ഇനി ആ ആഘോഷത്തിന്റെ ഭാഗമായി എന്തെല്ലാം ചൊല്ലുന്നു എന്തെല്ലാം ചൊല്ലുന്നില്ല എന്നത് മറ്റൊരു തലം. അതിൽ ഒരു ഇർത്തികാബത്ത് മാത്രമല്ല, അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി ചൊല്ലുന്നവരുണ്ട്, ചൊല്ലാത്തവരുണ്ട്. ഒന്നും ചൊല്ലാതെ കേവലം ഒരു മദ്ഹ് പറഞ്ഞ് ആഘോഷമാണ് എന്ന ന്യായം പറയുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചത് നബിദിനാഘോഷം അനിസ്ലാമികമാണ്. അതിൽ നിന്നുകൊണ്ടാണല്ലോ മജീദിന്റെ ചോദ്യവും വന്നത്. ഇർതകബതു അൽ ഖത്താ എന്ന വരി ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും നബിദിനാഘോഷം അനിസ്ലാമികം തന്നെയാണ്, സംശയമില്ല. ഇനി ആ ഇർതകബത്തുവിന്റെ വിധി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ മജീദ് ചോദിക്കും, ഇത് ചൊല്ലുന്നില്ലെങ്കിൽ അപ്പൊ ഇസ്ലാമികാണോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇർതകബത്ത് ചൊല്ലട്ടെ ചൊല്ലാതിരിക്കട്ടെ, ഒരൊറ്റ മൗലിദും ചൊല്ലട്ടെ ചൊല്ലാതിരിക്കട്ടെ, സദ്യ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കാതിരിക്കട്ടെ, എന്തു തന്നെ ചെയ്താലും ശരി, റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം എന്ന പേരിൽ എന്തു സംഘടിപ്പിച്ചാലും ശരി അതെല്ലാം ബിദ്അത്ത് തന്നെയാണ്. റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം എന്ന പേരിൽ എന്തു സംഘടിപ്പിച്ചാലും ശരി, എന്തിനേറെ ഒരു വിശുദ്ധ ഖുർആൻ പാരായണം അന്നൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട്, റബീഉൽ അവ്വൽ 12 നബി തങ്ങൾ ജനിച്ച മാസവും ദിവസവുമാണല്ലോ, അതുകൊണ്ട് ഇന്ന് ഖുർആൻ ഓതിയാൽ പ്രത്യേക കൂലിയുണ്ട് എന്ന നിലയ്ക്ക് ഒരാൾ അന്ന് സ്പെഷ്യൽ ഖുർആൻ ഓത്തുണ്ടാക്കിയാൽ പോലും അതും ബിദ്അത്താണ്. പിന്നല്ലേ ഇർതകബത്തു. അപ്പൊ ഇർതകബത്ത് ചൊല്ലുന്നോ ചൊല്ലുന്നില്ല എന്നതല്ല വിഷയം. നബിദിനാഘോഷം ഇസ്ലാമികമോ അനിസ്ലാമികമോ? അതിൽ കൃത്യമാണ് അനിസ്ലാമികം തന്നെ. എന്തുകൊണ്ട്? ഒരു സംഗതി ഇസ്ലാമികമാണെങ്കിൽ അത് പഠിപ്പിക്കേണ്ടത് ഒന്നാമതായി അള്ളാഹുവാണ്, അവന്റെ റസൂലാണ്. ആ റസൂലിൽ നിന്ന് ദീനു പഠിച്ചതാവട്ടെ സ്വഹാബത്താണല്ലോ. ആ സ്വഹാബത്താണ് അത് പിന്നീട് ജീവിതത്തിൽ മാതൃകയായി പാലിച്ച് നമുക്ക് കാണിച്ചു തരേണ്ടത്. ആ സ്വഹാബത്തിൽ നിന്ന് പിന്നീട് ദീനു പഠിച്ചവർ താബിഉകളാണ്. ആ താബിഉകളിൽ പിന്നീട് അത് കാണണം. പക്ഷെ അവിടെയൊന്നും കാണുന്നില്ല, അവിടെയൊന്നും ഈ ആഘോഷം കാണുന്നില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എവിടെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാൻ നമ്മെ നിർദ്ദേശിച്ചില്ല. ഒരൊറ്റ വചനവും അങ്ങനെ ഇല്ല. നബി തങ്ങളുടെ മഹത്വം ഒരുപാട് ഖുർആനിൽ പറഞ്ഞു. നബി തങ്ങൾ റഹ്മത്താണെന്ന് പറഞ്ഞു, ലോകർക്കാകമാനം കാരുണ്യമാണെന്ന് പഠിപ്പിച്ചു. അതെല്ലാം പഠിപ്പിച്ചിട്ടും വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കണം എന്നൊരു മര്യാദയായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചില്ല. ഒന്ന്. രണ്ട്, ആ ഖുർആനെ നമുക്ക് എത്തിച്ചു തരാനായി അല്ലാഹു തആല നിയോഗിച്ച ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് 23 കൊല്ലം നബിയായി ജീവിച്ചു, റസൂലായി ജീവിച്ചു. ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും അവിടെ പഠിപ്പിച്ചു. അവിടെ എവിടെയെങ്കിലും റബീഉൽ അവ്വൽ മാസം വരുമ്പോഴോ വരാത്തപ്പോഴോ ആയി, ഇതാ സ്വഹാബ റബീഉൽ അവ്വൽ മാസം 12 ഞാൻ ജനിച്ച മാസവും ദിവസവുമാണ്, അതുകൊണ്ട് അന്ന് എന്റെ ജന്മദിനം ആഘോഷിക്കണേ എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ച ദുർബലമായ റിപ്പോർട്ട് പോലും, ദുർബലമായ ദഈഫായ ഒരു ഹദീസ് പോലും എവിടെയും കാണുക സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബ കിറാം 23 കൊല്ലം
നബിയുടെ കൂടെ സഹവസിച്ച സ്വഹാബിമാരുണ്ട്, ഏതാനും വർഷങ്ങൾ സഹവസിച്ചവരുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെക്കാളും ശേഷം ഏകദേശം 90 കൊല്ലത്തിലേറെ സ്വഹാബത്ത് ജീവിച്ചിട്ടുണ്ട്. ആ സ്വഹാബിമാർ നൂറ്റാണ്ടോളം എത്തുന്ന ആ ദീർഘമായ കാലഘട്ടങ്ങളിൽ എന്നെങ്കിലും ഒരിക്കൽ റബീഉൽ അവ്വൽ മാസം തിരിച്ചു വന്നപ്പോൾ ഇത് ഞങ്ങളുടെ ഹബീബിന്റെ ജന്മമാസമാണെന്ന് പറഞ്ഞ്, ഇത് ഞങ്ങളുടെ ഹബീബിന്റെ ജന്മദിവസമാണെന്ന് പറഞ്ഞ് യാതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ, ബിദ്അത്ത് തന്നെ. അതിൽ എന്ത് ചൊല്ലിയാലും ശരി, ഒന്നും ചൊല്ലിയില്ലെങ്കിലും ശരി, ഇർത്തഖബത്ത് ചൊല്ലിയാലേ അനിസ്ലാമിക ആകൂ എന്നൊന്നുമില്ല. ഇർത്തഖബത്ത് ചൊല്ലിയാൽ ഏതായാലും അനിസ്ലാമികം, അത് ചൊല്ലിയില്ലെങ്കിലും അനിസ്ലാമികം തന്നെ. എന്ത് ചൊല്ലിയാലും ഒന്നും ചൊല്ലിയില്ലെങ്കിലും ശരി, റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകമായ മഹത്വം കൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിന ആഘോഷം എന്ന പേരിൽ എന്തു ചെയ്താലും അതെല്ലാം അനിസ്ലാമികം തന്നെയാണ്, ബിദ്അത്ത് തന്നെയാണ്. ഒരാൾ പറയാ ഞാൻ ഖുർആൻ ഓതാ, മൗലിദൊന്നും എനിക്ക് വിശ്വാസമില്ല, അലവി സഖാഫി പഠിപ്പിച്ചതാണല്ലോ, ഇവിടുന്ന് 5 മൗലിദ് ഉറപ്പിച്ചാൽ മതി, ബാക്കി പരിശോധിക്കണമെന്ന്. കൊല്ലം 4 ആയല്ലോ, ഇതുവരെ പരിശോധിച്ച റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ സംവാദം കണ്ടൊരാൾ പറയാ ഏതായാലും നമുക്ക് പരിശോധന റിപ്പോർട്ട് വരട്ടെ, അതുവരെ റബീഉൽ അവ്വൽ 12-ന് ഞാൻ ഖുർആൻ ഓതാണ്, എനിക്ക് മൗലിദ് കിതാബ് വിശ്വാസമില്ല, ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വസിക്കേണ്ട ജനങ്ങളെ എന്നന്ന് ഉസ്താദ് പഠിപ്പിച്ചതാ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ അന്ന് സ്പെഷ്യൽ ഖുർആൻ ഓത്തുണ്ടാക്കിയാൽ അതുപോലും ബിദ്അത്താണ്. അന്നൊരു സ്പെഷ്യൽ നമസ്കാരം ഉണ്ടാക്കിയാൽ അതും ബിദ്അത്താണ്. അന്ന് റബീഉൽ അവ്വൽ 12-ന് ഒരു പ്രത്യേകമായ നോമ്പുണ്ടാക്കിയാൽ അതും ബിദ്അത്താണ്. എന്നാൽ തിങ്കളാഴ്ചയായി വന്നു, ആ തിങ്കളാഴ്ച നോമ്പ് നോറ്റാലോ അത് സുന്നത്താണ്. എന്തുകൊണ്ട്? അത് റസൂല പഠിപ്പിച്ചു, ഇത് റസൂല പഠിപ്പിച്ചില്ല. അപ്പൊ ഇർത്തഖബത്ത് ചൊല്ലിയോ ഇല്ലേ എന്നതല്ല ഒരു വിഷയം ഇസ്ലാമികമാകാനും അനിസ്ലാമികമാകാനുമുള്ള മാനദണ്ഡം, മറിച്ച് നബിദിനാഘോഷം എന്ന ഏർപ്പാട് അതിന്റെ അസ്ലേ ബിദ്അത്താണ്, അസ്ലു തന്നെ ബിദ്അത്താണ്. അതുകൊണ്ട് ഇല്ലാത്തൊരു സംഗതി പിന്നെ അതിന്റെ വക എന്ത് ചൊല്ലി അത് വേറെ ഒന്ന്. ഇർത്തഖബത്ത് ചൊല്ലിയാൽ അതിന്റെ വിധി എന്താണോ ഇസ്ലാമിൽ അതുപോലുണ്ടാകും. ഞാൻ ഇർത്തഖബത്ത് ചൊല്ലിയില്ല, അയാൾ സർഫനാമ ചൊല്ലിയത് എങ്കിൽ അതിലെന്തൊക്കെയാണോ കള്ളത്തരുള്ളത്, അതിലെന്താണോ ഇല്ലാത്തുള്ളത് അതുണ്ടാകും അവന്. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഖുത്ബയുടെ വിഷയം, ജുമുഅ ഖുത്ബയിൽ പറഞ്ഞു റബീഉൽ അവ്വൽ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വന്നത്. എന്നാൽ അതേസമയം പല മൗലിദിലും കാണാം ഹസൻ ഹുസൈൻ മൗലിദും ഇമാം അലി മൗലിദും പോലെയുള്ള മൗലിദുകളിൽ കാണാം അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകളെ ഏൽപ്പിച്ചിട്ടില്ല, മലക്കുകൾക്ക് ആ ഡ്യൂട്ടി ഇല്ല, അത് അല്ലാഹു തആല നേരിട്ട് പിടിക്കുകയാണ് പതിവ്. മലക്കുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹിനെ പിടിക്കാൻ, അലിയുടെ റൂഹിനെ പിടിക്കാൻ, ഫാത്തിമ ബീവിയുടെ റൂഹിനെ പിടിക്കാൻ, ഹസൻ ഹുസൈന്റെ റൂഹിനെ പിടിക്കാൻ അവകാശമില്ല, അധികാരമില്ല എന്ന് ഇമാം അലി മൗലിദിലും ഹസൻ ഹുസൈൻ മൗലിദിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനോട് പറയാണോ എങ്കിൽ അള്ളാഹിന്റെ പേര് കളവ് വന്നതാകും, മലക്കിന്റെ പേര് കളവ് വന്നതാകും, റസൂലിന്റെ പേര് കളവ് വന്നതാകും. അപ്പൊ എന്ത് ചൊല്ലുന്നോ ആ ചൊല്ലുന്നത് കളവാണോ എങ്കിൽ കളവ് പറഞ്ഞ വിധി അവനുണ്ടാകും, പരിഹാസമാണോ അതിന്റെ വിധി അവനുണ്ടാകും, ശിർക്കാണോ ആ ശിർക്ക് ചെയ്തതിന്റെ വിധി അവനുണ്ടാകും. അതല്ല വെറുതെ ചൊല്ലിപ്പോയതാണോ എങ്കിൽ അതിനെന്താണോ റബ്ബിൽ ശയിക്കുക അതവനുണ്ടാകും. എന്ത് ചൊല്ലിയാലും ഒന്നും ചൊല്ലിയില്ലെങ്കിലും ശരി റബീഉൽ അവ്വൽ 12-ന് നബി തങ്ങളുടെ ജന്മദിനാഘോഷം എന്ന പേരിൽ എന്തു സംഘടിപ്പിച്ചാലും അത് നബി തങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്, അത് സ്വഹാബത്തിന് പരിചയമില്ലാത്തതാണ്, അത് താബിഉകൾക്ക് പരിചയമില്ലാത്തതാണ്, തബഉ താബിഉകൾക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്, അനിസ്ലാമികമാണ് എന്നതാണ് ഇവിടെ അവതരിപ്പിച്ചത്. മൗലവി വല്ലപ്പുഴയിലുള്ളതല്ല, ഞാനും വല്ലപ്പുഴയിലുള്ളതല്ല, അത് തുറന്നു പറയാം. സുന്നികളെയാണ് വെല്ലുവിളിച്ചത്, അതുകൊണ്ട് സുന്നികൾ വല്ലപ്പുഴയിൽ മാത്രമല്ല ഞാൻ ഒരു സാധാരണക്കാരൻ. നിങ്ങൾ ഇവിടെ കബളിപ്പിച്ചു. നിങ്ങൾ സാധാരണ ഞങ്ങളെ സാധാരണ ജനങ്ങളോട് പറയല് ഞങ്ങൾ മൗലിദിലെ നല്ല ഒരുപാട് വാചകങ്ങളുണ്ട്, പക്ഷെ മൗലിദിലെ ഞാൻ ചോദിച്ച ചോദ്യത്തിനോട് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയല് സാധാരണക്കാരോട് ചോദ്യം ചോദിക്കും, ചോദ്യം വഴുതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസംഗിക്കല്ല. മജീദ് 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 നേരത്തെ പറഞ്ഞു പ്രസംഗിക്കാനല്ല. മൗലിദിലെ ഷിർക്കിന്റെ വരിയുണ്ട്, അത് ഷിർക്കാന്നാണ് പറഞ്ഞാൽ നിങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ ഇപ്പൊ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞില്ല, അത് ഷിർക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഷിർക്കെല്ലാം തെളിയിക്കും. എന്റെ കയ്യിൽ ഗ്രന്ഥുണ്ട്, തുറന്ന് പറയേ നബി ദിനത്തിൽ ചോദ്യം ചോദിക്കേ ആ ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഇർത്തഖബത്ത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഏതായിരുന്നാലും അപ്പോളിസ്ത്രീ വർക്ക് ചെയ്യുന്ന ആളെ കയ്യിൽ കിതാബുണ്ട് തന്നാല് സംഗതി മനസ്സിലായല്ലോ. അപ്പോളിസ്ത്രീ വർക്കിന് എന്തായിരുന്നാലും ഉപയോഗിക്കുന്ന യന്ത്രം കിതാബല്ലല്ലോ. അപ്പൊ മനസ്സിലായി ഇയാള് കേവലം അപ്പോളിസ്ത്രീ അല്ല എന്നുള്ളത്. മുമ്പ് ആദ്യം പറഞ്ഞ എന്താ, ഞാനൊരു മുസ്ലിയാരല്ല, ഞാൻ അപ്പോളിസ്ത്രീ വർക്ക് ചെയ്യുന്ന ആളാണെന്നാ. എന്താ അപ്പോളിസ്ത്രീ വർക്കിന് സൂചി നൂലക്കല് ഉപയോഗിക്കല്, അവിടെ കിതാബ് ഉപയോഗിക്കല്
അപ്പൊ മനസ്സിലായി ഇത് സാധനം വേറെയാണ്. പിന്നെന്താ, ഫൈസൽ മുസ്ലിയാർ ഈ നാട്ടുകാരനല്ലാതെ ഉറപ്പല്ലേ? ഞാൻ ചോദിക്കാൻ വന്നല്ലോ, ഞാൻ പ്രസംഗിക്കാൻ വന്നവനാ, ഉത്തരം പറയാൻ വന്നവനാ, എന്നെ വിളിച്ചു വരുത്തിയില്ല, അത് അങ്ങനെ പരിചയപ്പെടുത്തിയില്ല. മറ്റതോ ഈ നാട്ടുകാർക്ക് ചോദിക്കാനുള്ളതാ, വല്ലപ്പുഴക്കാർക്ക് ചോദിക്കാനുള്ളതാ. പരിപാടി നടക്കണം, നിൽക്കി ഒക്കെ എടുക്കാം, നമുക്ക് ആവശ്യമുണ്ട്, മജീദിന് ആവശ്യമുണ്ട്. മജീദാണ് നമ്മളെ എല്ലാ മുഖാമുഖം വിജയിപ്പിക്കല്. നമ്മളെ മലപ്പുറം മുഖാമുഖം വിജയിപ്പിച്ചത് മജീദാണ്, മഞ്ചേരി മുഖാമുഖം വിജയിപ്പിച്ചത് മജീദാണ്, അതേപോലെ ചുങ്കത്തറ മുഖാമുഖം വിജയിപ്പിച്ചത് മജീദാണ്. ഇങ്ങനെ ഒരുപാട് മുഖാമുഖങ്ങൾ വിജയിപ്പിച്ച് നമ്മോട് സഹകരിക്കുന്ന ആളാ മജീദ്. അത് ഇവിടെയും വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അപ്പൊ ഏതായിരുന്നാലും ഞാൻ ഈ നാട്ടുകാരല്ല എന്നതുകൊണ്ട് മൂപ്പരി നാട്ടുകാരനാകാതിരിക്കുന്നതിന് ന്യായമായി എന്ന് പറയണ്ട. നേരെ മറ്റേ സ്വാഗതം മുതൽ അധ്യക്ഷ ഭാഷണം മുതൽ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ആമുഖമായി പറഞ്ഞ സംസാരങ്ങളിൽ പോലും ഇത് സംഘാടകർ പറഞ്ഞു, വല്ലപ്പുഴക്കാർക്കാണ് ഒന്നാം സ്ഥാനം, വല്ലപ്പുഴക്കാർക്കാണ് ഒന്നാമത്തെ പരിഗണന. അവരുണ്ടെങ്കിൽ അവരാണ് ആദ്യം ഉന്നയിക്കേണ്ടത്, എന്നിട്ടാണ് പുറത്തേക്ക്. പക്ഷെ വല്ലപ്പുഴക്കാർ ചോദിക്കാനൊന്നുമില്ല, ഒരിക്കൽ ചോദിക്കാട്ട് കഴിയില്ല. മുസ്ലിയാക്കന്മാരില്ലാഞ്ഞിട്ടല്ല, സഖാഫിമാരില്ലാഞ്ഞിട്ടല്ല, ഫൈസിമാരില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഒരു അപ്പോളിസ്ത്രീ വർക്കേരും വരാൻ ചോദിക്കാറില്ല. അപ്പോളിസ്ത്രീ വർക്കും കിതാബും തമ്മിൽ എന്താ ബന്ധം അത് നമുക്ക് മനസ്സിലായില്ല. ഏതായാലും കിതാബുമായിട്ടാണ് വന്നത്. അപ്പൊ മനസ്സിലായി കേവലം ഒരു അപ്പോളിസ്ത്രീയല്ല, മറ്റു പലയിടത്തും കീറി മുറിച്ച് തുന്നിക്കൂട്ടി കൊടുക്കുന്ന പണിയും ആ കൂട്ടത്തിലുണ്ട് എന്നാണല്ലോ കിതാബുമായി വന്നപ്പോൾ മനസ്സിലായത്. എന്നിട്ടിപ്പോ മജീദ് പറഞ്ഞ എന്താ, ഷിർക്കിന്റെ വരി മൗലിദിലുണ്ടെങ്കിൽ അത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ പോലെ ഉറപ്പാണ്. ഷിർക്കിന്റെ വരി ഉണ്ടെങ്കിൽ ഷിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഷിർക്കിന്റെ വരി മൗലൂദിലുണ്ടെങ്കിൽ ഷിർക്ക് തന്നെയാണ് അല്ല എന്ന് മജീദ് പറയോ? ഷിർക്കിന്റെ വരി മൗലൂദിലുണ്ടെങ്കിൽ അത് ഷിർക്കല്ല എന്ന് മജീദ് പറയോ? ഇല്ലല്ലോ, ബുദ്ധിയുള്ള ഒരാളും പറയില്ല. അപ്പൊ ഷിർക്കിന്റെ വരി മൗലൂദിലുണ്ടായാലും ഷിർക്ക് തന്നെ, ഞങ്ങൾ പറഞ്ഞാലും ഷിർക്ക് തന്നെ, ആര് പറഞ്ഞാലും ഷിർക്ക് തന്നെ, സംശയമില്ല. കള്ളക്കഥ ആര് പറഞ്ഞാലും കള്ളക്കഥ തന്നെ. ഇല്ലാത്ത കെട്ടുകഥകൾ ആരെഴുതി വെച്ചാലും കെട്ടുകഥ തന്നെ, സംശയമില്ല. അതുകൊണ്ടാ പറഞ്ഞത് എന്ത് ചൊല്ലുന്നുവെന്നല്ല, എങ്ങനെ ആചരിക്കുന്നുവെന്നല്ല, എന്തൊക്കെ കൊണ്ടടക്കുന്നുവെന്നല്ല, മറിച്ച് റബീഉൽ 12 അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം എന്ന പേരിൽ എന്തു സംഘടിപ്പിച്ചാലും ശരി അതെല്ലാം ബിദ്അത്താണ്, അതെല്ലാം അനിസ്ലാമികമാണ്. പിന്നെ ചൊല്ലുന്നത് ശിർക്കാണോ എങ്കിൽ ശിർക്കായി മാറും, ചൊല്ലുന്നത് കളവാണോ കളവായി മാറും, ചൊല്ലുന്നത് കള്ളക്കഥയാണോ കള്ളക്കഥയായി മാറും, ചൊല്ലുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹാസിക്കലാണോ പരിഹാസമായി മാറും, ചൊല്ലുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കലാണോ ആക്ഷേപമായി മാറും. അത് ഓരോന്നിനും ഓരോ വിധിയാണ്. മൊത്തത്തിൽ നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ. ഞാൻ മാന്യമായിട്ട് ചോദ്യം ചോദിക്കാനാണ് വന്നത്, അതുകൊണ്ട് അത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യമാണ് ചോദിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പോ ഇവിടെ അത് ഇർതഖബതു അലൽ ഖത്താ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനോടുള്ള സഹായ അഭ്യർത്ഥന ശിർക്കാണെന്ന് മൗലവി പറഞ്ഞു. ഞാൻ പറയുന്നു ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഹാഫിളുൽ ദഹബി എന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതാ ഇതിൽ ബുഖാരി ഇമാമിന്റെ ഉസ്താദ് നിങ്ങൾ പറഞ്ഞ റസൂലുള്ളാഹിനോടുള്ള സഹായ അഭ്യർത്ഥന ഇതാ ചോദിച്ചിരിക്കുന്നു. സുന്നികളായ ഞങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കും, ബുഖാരി ഇമാമിന്റെ ഉസ്താദ് ചോദിച്ചാൽ ശിർക്കാ. ഒന്ന് ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ വായിക്കാൻ പോകുന്നു. അതെ, കേട്ടോളൂ. ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥത്തിൽ ഇതാ കാല ഇബ്നു മുൻകദിർ യജ്ലിസു മഅ അസ്ഹാബിഹി ഫകാന യുസീബുഹു ഇന്ന യുസീബനി ഖത്റുൻ ഫൈദാ വജത്തു ദാലിക ഇസ്തഗസ്തു ബിഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചത് ഇതാ എൻ്റെ കയ്യിൽ കിതാബുണ്ട്. ബുഖാരി ഇമാമിന്റെ ഉസ്താദ് ഗുരുവര്യര് ഇതാ ഇസ്തിഗാസ ചെയ്തിരിക്കുന്നു. ഇസ്തഗസ്തു ബിഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഖബറിൽ ഇസ്തിഗാസ എന്താ വേണ്ടേ? ശരി. അപ്പൊ ഏതായാലും ദഹബിയുടെ സിയർ അലാമിൻ നുബലയില് ഇമാം ബുഖാരിന്റെ ഉസ്താദിനെ പേര് കഥ ഉണ്ട്. മജീദിന് ഓർമ്മ ഉണ്ടാകും. മൂന്നാഴ്ച മുമ്പ് ചുങ്കത്തറയിൽ വെച്ച് നടന്ന മുഖാമുഖത്തില് ഇതേ കിതാബുമായി ഇതേ മജീദ് മൂന്നാഴ്ച മുമ്പ് ചുങ്കത്തറയിൽ വന്നല്ലോ. എന്തുണ്ടായത്? അന്ന് കിതാബുമായി വന്നു, അവിടെയും വായിച്ചു ഈ കിതാബ്. അവിടെ നമ്മൾ പറഞ്ഞു ഇതിന് വിശദീകരണം. ചുങ്കത്തറയിൽ വന്നുവല്ലോ, 1 മാസം തികഞ്ഞിട്ടില്ല മജീദ് ഈ കിതാബുമായി അവിടെ വന്നിട്ട്. അന്ന് നാം കൃത്യമായി വായിച്ചു കേൾപ്പിച്ചു. എന്തേ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇല്ല എന്ന് വ്യക്തമാക്കി കൊടുത്തു. അതിന് സനദുമായി ബന്ധപ്പെട്ട വിശദീകരണം കൊടുത്തു. എന്താണ് മജീദ് ചെയ്തത്? അന്ന് മജീദ് ചെയ്തത് കൂടെ കൊണ്ടുവന്ന
ഏതാനും ആളുകളെ കൊണ്ട് തക്ബീർ ചൊല്ലിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ജയ് വിളിപ്പിച്ചിട്ട് അവരെ കൊണ്ടൊന്നാകെ കൂക്കുംപിടിയും ഉണ്ടാക്കിയിട്ട് ഒരുപാട് കസേരകൾ തല്ലിയുടച്ച് അവസാനം കൂടെ വന്ന അനുയായികൾക്ക് കുറെയൊക്കെ പരിക്ക് പറ്റി. മജീദ് അതിനിടയ്ക്ക് വല്ല രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അതാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് ചുങ്കത്തറ മുഖാമുഖത്തിന് മജീദ് ഇതേ കിതാബുമായി വന്ന് ഇതേ സംഭവം വായിച്ച് അവിടെ എന്ത് വിശദീകരണമാണോ വളരെ കൃത്യമായി നൽകിയത് അതേ വിശദീകരണം തന്നെയാണ് ഇന്നും നൽകാനുള്ളത്. പുതിയതൊന്നും നൽകാനില്ല. അന്ന് ചുങ്കത്തറയിൽ മജീദ് ഈ കിതാബ് വായിച്ചിട്ടുണ്ട്, ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ കിതാബിൽ നിന്ന് ഈ സംഭവം പറഞ്ഞ് മറുപടിയും കിട്ടി. മജീദ് പോയിട്ടൊരു മാസം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്ന് ഏത് മറുപടിയാണോ ഞാൻ തന്നെയാണല്ലോ അന്നും മറുപടി നൽകിയത്. അതുകൊണ്ട് അന്ന് അവിടെ തന്ന മറുപടി എന്തോ അതേ മറുപടി തന്നെയാണ് ഈ ഒരു മാസം പിന്നിടുമ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് തന്നെയാണ്. ഇനി എവിടെയെങ്കിലും മുഖാമുഖം ഉണ്ടെങ്കിൽ അവിടെ മജീദ് വന്നാൽ അവിടെയും നൽകാനുള്ളത്. പുതിയതൊന്നും പറയാനില്ല. ഏതായാലും ശരി, ഇർത്തക്കബത്തുൽ ഖത്വ എന്ന് പറയുന്ന ആ തേട്ടമോ ആ പ്രാർത്ഥനയുമോ ഇനി അതല്ല സമാനമായ ഏത് പ്രാർത്ഥനയാണെങ്കിലും അല്ലാഹു അല്ലാത്ത ആരോട് എവിടെ ആര് നടത്തിയാലും ശരി അതിൽ സംശയം മുജാഹിദുകൾക്കില്ല. അത് തൗഹീദ് വിരുദ്ധമാണ്, അത് ശിർക്കാണ്. ഇവിടെ വിഷയമതല്ല. ഇവിടെ നബിദിനാഘോഷം അനിസ്ലാമികമാണെന്ന് മുജാഹിദുകൾ പ്രമാണത്തിന്റെ സ്ഥാനത്തിൽ, അതല്ല നബിദിനാഘോഷം ഇസ്ലാമികമാണെന്ന് മജീദ് പറഞ്ഞു. അതിനാണ് തെളിവ് പറയേണ്ടത്, അതിനാ ന്യായം പറയേണ്ടത്. നബിദിനാഘോഷം ഇസ്ലാമികമാകണമെങ്കിൽ ഒന്നുകിൽ അല്ലാഹു തആല പഠിപ്പിക്കണം, അല്ലെങ്കിൽ റസൂൽ പഠിപ്പിക്കണം, അതുമല്ലെങ്കിൽ സ്വഹാബത്തിന്റെ മാതൃക അതിലുണ്ടാകണം. അതുമില്ലെങ്കിൽ താബിഈങ്ങളുടെ ചെയ്തിയുടെ പിൻബലമെങ്കിലും ഉണ്ടാവണം. ഇനി അതുമില്ലേ താബിഈകളുടെ ചെയ്തിയുടെ പിൻബലമെങ്കിലും ഉണ്ടാകണം. അതുണ്ടോ അതാ മജീദ് പറയേണ്ടത്. അതില്ലാതെ അതില്ലാന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ തിരിച്ചപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, അപ്പുറത്ത് ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, അങ്ങേ ഭാഗത്ത് മറ്റൊന്ന് ചൊല്ലുന്നുണ്ട്, അതിന്റെ വിധി എന്താ എന്ന് ചോദിച്ചത് കൊണ്ട് നബിദിനാഘോഷം ഇസ്ലാമികമാണ് തെളിയില്ലല്ലോ. ഈ ഇർത്തകബത്ത് ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും അത് ഉൾക്കൊള്ളുന്ന മങ്കൂസ് ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും ഷറഫ് അലാമ ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും എന്ത് ചൊല്ലുന്നുവെന്നല്ല, എന്ത് ചെയ്യുന്നുവെന്നല്ല, എവിടെ ചെയ്യുന്നുവെന്നല്ല, ആര് ചെയ്യുന്നുവെന്നല്ല, പ്രമാണമുണ്ടോ എങ്കിലേ ഇസ്ലാമികമാകൂ. ഇല്ലാത്ത കാലത്തോളം അത് ബിദ്അത്ത് തന്നെ, അനിസ്ലാമികം തന്നെ, സംശയമില്ല. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചോദിക്കാം. അതാണ് ഇവിടെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള നബിദിനാഘോഷമാണ്. ഇവിടെ നിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് ഞാൻ ഉദ്ധരിച്ചത്. സുന്നികൾ മൗലിദിലെ ഇർത്തഖബത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ശിർക്കാണ് എന്ന് പറഞ്ഞു. ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് ബുഖാരി. ആ ബുഖാരി ഇമാമിന്റെ ഉസ്താദാണ് ഇത്. നിങ്ങൾ അതും കൂടി ശിർക്കാന്ന് പറയും. ബുഖാരി ഇമാമിന്റെ ഉസ്താദ് ശിർക്കയ്യോ? നമുക്ക് ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തിന് അംഗീകരിക്കുന്നത് ബുഖാരിയാണ്. ആ ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ച ഉസ്താദ് പറയാൻ പറ്റില്ലല്ലോ സുന്നികളായ പാവങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഇമാമിങ്ങൾ ചെയ്തിട്ടാ. നിങ്ങൾ പറയുന്ന ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യൂല. നബിദിനാഘോഷത്തിൽ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് പറയുന്നു. ബുഖാരി ഇമാമ് റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചു. ബുഖാരി ഇമാമിന്റെ ഉസ്താദ് ശിർക്ക് ചെയ്തുവോ? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഇമാം ബുഖാരി ശിർക്ക് ചെയ്തിട്ടില്ല. ബുഖാരി ഇമാമിന്റെ ഉസ്താദും ശിർക്ക് ചെയ്തിട്ടില്ല. ഒരൊറ്റ താബിഈയും ശിർക്ക് ചെയ്തിട്ടില്ല. ഒരൊറ്റ സ്വഹാബിയും ശിർക്ക് ചെയ്തിട്ടില്ല. അവർ ഒരാളുടെയും പാരമ്പര്യം നിങ്ങൾക്കില്ല. ലോകത്ത് ഒരാളും ചെയ്തിട്ടില്ല. നിങ്ങൾ വായിക്കുന്ന ഇബ്നു മുൻകദിറും ചെയ്തിട്ടില്ല. അങ്ങനെ കിതാബിലുമില്ല. അതുകൊണ്ട് അവരൊക്കെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ടെന്ന് വരുത്താണ് പണി. അത് വേണ്ട. അതുകൊണ്ട് മജീദ് ന്യായമായി നബിദിനാഘോഷം ഇസ്ലാമികമാണ് എന്ന് സ്ഥാപിക്കാൻ എന്താ ന്യായമുള്ളത്? അതാ പറയേണ്ടത്. ഒരാൾ മങ്കൂസ് ചൊല്ലുന്നില്ല എന്ന് കൂട്ടുക, അയാൾ ആ കിതാബ് കണ്ടിട്ടുമില്ല, അയാൾ മൗലിദ് കിതാബേ കണ്ടിട്ടില്ല എന്ന് അയാൾ ചെയ്യുന്ന നബിദിനാഘോഷം എന്താ? അതും അനിസ്ലാമികം തന്നെ. അവിടെ ഇർത്തകബത്ത് ചൊല്ലുന്നു എന്നതല്ല അനിസ്ലാമികമാകാനുള്ള മാനദണ്ഡം. ഇർത്തകബത്ത് ചൊല്ലിയില്ല എന്നുകൊണ്ട് അതൊട്ട് ഇസ്ലാമികമാവുകയുമില്ല. അത് ചൊല്ലട്ടെ, ചൊല്ലാതിരിക്കട്ടെ. എത്ര തവണയായി ആവർത്തിച്ച് ഞാൻ പറയുന്നു. അതുകൊണ്ട് എന്ത് ചൊല്ലുന്നുവെന്നല്ല, എവിടെ ചൊല്ലുന്നുവെന്നല്ല, ആര് ചൊല്ലുന്നുവെന്നല്ല, എന്ത് ചെയ്യുന്നുവെന്നല്ല, അതല്ല ഈ ഒരു ആഘോഷത്തെ ഇസ്ലാമികമാക്കാനും അനിസ്ലാമികമാക്കാനുമുള്ള മാനദണ്ഡം. മറിച്ച് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്നാണ്. നബി തങ്ങൾക്ക് പരിചയമുണ്ടോ? അത് വായിച്ചോളൂ. ദഹബീന്റെ കിതാബില് അതുണ്ടെങ്കിൽ അത് വായിക്കി. ഈ കിതാബും പേര് പത്തപ്രിയത്തെന്ന് ഇതുവരെ വന്നില്ലേ? ഒരു പേജ് മറിച്ചിട്ട് അവിടെ വായിക്കുക. ഫൈസൽ മുസ്ലിയാരെ, നിങ്ങൾ പറയുന്ന പോലെയല്ല. നബിദിനാഘോഷം നബി തങ്ങൾ ചെയ്തുവെന്ന് ഈ കിതാബിലുണ്ട്. ഇമാം ബുഖാരിയുടെ ഉസ്താദിനെയാണല്ലോ പറഞ്ഞത്. ആ ഇമാം ബുഖാരി എവിടെങ്കിലും പറഞ്ഞോ നബിദിനം ആഘോഷിക്കൽ ഇസ്ലാമികമാണെന്ന്, നബിദിനം ആഘോഷം സുന്നത്താണെന്ന്? ഈ ബുഖാരി ഇമാമിന്റെ ഉസ്താദ്
ഉസ്താദ് നിങ്ങൾ വായിച്ച ഇബ്നു മുൻകദിർ പറഞ്ഞു നബിദിനാഘോഷം ഇസ്ലാമികമാണെന്ന്, നബിതങ്ങൾ ആഘോഷിച്ചുവെന്ന്. അതല്ലേ പറയേണ്ടത്? എന്തിനാ വളഞ്ഞു പിടിച്ച് മൂക്ക് പിടിക്കാൻ പോണത്? ഈ വളച്ചിൽ കൊണ്ട് മൂക്ക് എത്തൂല. ഇത് സാധനം വേറെ, മറ്റൊരു സാധനം വേറെ. അത് ചുങ്കത്തറയിൽ നിന്ന് കൃത്യമായി താങ്കളെ പഠിപ്പിച്ചു വിട്ടതാണ്. താങ്കൾ അന്നും വന്നത് ഈ കിതാബുമായിട്ടാണ്. അവിടെയും വായിച്ചത് ഇതേ കഥയാണ്. അവിടെ എന്താണ് ആ കഥയെന്നും എന്താണ് അതിന്റെ സ്വീകാര്യതയെന്നും എന്താണ് അതിന്റെ പരാപരമെന്നും ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ തർക്കമുള്ള ഇസ്തിഗാസയുമായി എന്തു ബന്ധമാണുള്ളത് എന്നുമൊക്കെ വളരെ വിശദമായി ചുങ്കത്തറയിൽ വെച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ഇരിക്കുന്ന മജീദിന് ഈ ഉള്ള ഞാൻ തന്നെ പഠിപ്പിച്ചു വിട്ടതാ. അപ്പൊ പിന്നെ അവൻ തക്ക രക്ഷപ്പെട്ടു പോയി. അത് തക്ബീറും ചൊല്ലിച്ച് തൊഴിലാളികളെ കൊണ്ട് കൂക്കി പിടിപ്പിച്ച് പരിപാടി അനവസരപ്പെടുത്താൻ നോക്കി തടി തപ്പിപ്പോയിട്ട് ഇപ്പൊ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുക അതേ കിതാബുമായിട്ട്. അതുകൊണ്ട് മജീദെ അതല്ല ചെയ്യേണ്ടത്. നഹബിയുടെ താങ്കളുടെ കയ്യിലുള്ള സീറു അലാമിൻ നുബല എന്ന കിതാബ്, ആ കിതാബിൽ എവിടെങ്കിലും ഉണ്ടോ നബിദിനാഘോഷം ഇസ്ലാമികമാണെന്ന്? ഉണ്ടെങ്കിൽ അത് വായിക്കൂ. ഇനി വേണ്ട, ഇമാം ബുഖാരി എവിടെങ്കിലും പറഞ്ഞോ നബിദിനാഘോഷം ഇസ്ലാമികമാണെന്ന്? ഉണ്ടെങ്കിൽ അത് വായിക്കൂ. ഇമാം ബുഖാരി ഉസ്താദ് ഇബ്നു മുൻകദിർ പറഞ്ഞോ നബിദിനാഘോഷം ഇസ്ലാമികമാണെന്ന്? ഉണ്ടെങ്കിൽ അത് വായിക്കൂ. അതല്ല സ്വഹാബിമാര് പറഞ്ഞോ, താബിഈകൾ ആരെങ്കിലും പറഞ്ഞോ, തബഉ താബികൾ പറഞ്ഞോ, അതല്ലേ വായിക്കേണ്ടത്. അപ്പോഴാണ് നബിദിനാഘോഷം ഇസ്ലാമികമാണ് തെളിയുക. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അതിന്റെ ഭാഗമായി എന്തൊക്കെ ചൊല്ലാം, എന്തൊക്കെ ചൊല്ലിക്കൂടാ, ചൊല്ലുന്നതിൽ അപകടമുണ്ടോ, ചൊല്ലുന്നതിൽ കള്ളക്കഥയുണ്ടോ, ചൊല്ലുന്നതിൽ ശിർക്കുണ്ടോ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പം വിശദമാക്കാം. അതുകൊണ്ട് നബിദിനാഘോഷം ഇസ്ലാമികമാണ് തെളിയിക്കാൻ എന്താണോ താങ്കളുടെ കയ്യിൽ ന്യായമുള്ളത്, ആയത്തുണ്ടോ അതോതാം, ഹദീസുണ്ടോ അതോതാം, സ്വഹാബത്തിന്റെ നടപടിക്രമമുണ്ടോ അത് ഉദ്ധരിക്കാം, താബിഈങ്ങളുടെ ചെയ്തിയുടെ പിൻബലമുണ്ടോ അത് പറയാം. അതല്ലാതെ ഒരു കിതാബ് എടുത്ത് വന്നിട്ട് ഇതാ ഇതിലിങ്ങനെ എന്ന് പറഞ്ഞ തെളിവാവുന്നല്ലോ. അതുകൊണ്ട് നബിദിനാഘോഷം ഇസ്ലാമികം തന്നെ എന്ന് സ്ഥാപിക്കാൻ എന്തു ന്യായമാണോ ഉള്ളത് അത് താങ്കൾക്ക് ന്യായമായി വായിക്കാം. അതാണ് വായിക്കേണ്ടത്, അല്ലാത്തൊന്നും ആവശ്യമില്ല. നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ എന്ന് ബാനർ ഒട്ടിട്ടുണ്ട്. അടുത്ത ആയത്തോതു നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ. പക്ഷേ നബിദിനാഘോഷത്തിൽ റസൂലുള്ളാഹിനെ ബുഖാരി ഇമാം വിളിച്ചു, ശിർക്കാണെന്ന് പറഞ്ഞില്ല. ഇതിൽ കളവ് പറഞ്ഞിട്ടില്ല. കിതാബ് പരിശോധിക്കാം. ഞാൻ ഇബാറത്ത് വായിച്ചു. ഇസ്തഖസ്തു, ഇനി അടുത്ത് കേൾക്കണ്ടേ, ഇസ്തഖസ്തു ബി ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനോട് ബുഖാരി ഇമാം ഇസ്തിഗാസ ചെയ്തു, ശിർക്കാണെന്ന്. ബുഖാരി ഇമാം അല്ല പറഞ്ഞത്, പഴിച്ചുപോയി, മറന്നുപോയി. ഇമാം ബുഖാരി അല്ല, ബുഖാരി ഇമാമിന്റെ ഗുരുവര്യൻ ചെയ്തു. നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ എന്ന് ഒരു ഖുർആന്റെ ഒരു ആയത്ത് ഇവിടെ ഓതൂ, ജനങ്ങൾ കേൾക്കട്ടെ. ഓതുന്നില്ല നിങ്ങൾ. നബിദിനാഘോഷം അനിസ്ലാമികം എന്ന് ഒരു ആയത്ത് ഓതൂ. പക്ഷേ ബുഖാരി ഇമാമിന്റെ ഗുരുവര്യനെ ഇസ്തിഗാസ ചെയ്തു, ശിർക്കാണെന്ന്. യെസ്, അങ്ങനെ ചോദിക്കുക. അതാണ് അത്. ഇപ്പൊ ന്യായമായി. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ കിതാബും ഈ വിഷയവും ചുങ്കത്തറയിൽ നിന്ന് മജീദിനെ പഠിപ്പിച്ചതാ. അത് മജീദിന് പഠിച്ചിട്ടുണ്ട്. പിന്നെ 3 ആഴ്ച അപ്പോസ്തലി വർക്ക് എടുത്തപ്പോഴേക്ക് മറന്നതായിരിക്കും. അതുകൊണ്ടാണ് ആ കിതാബും കൊണ്ടുവന്നത്. അപ്പൊ ഏതായിരുന്നാലും അതല്ല വിഷയം. മറിച്ച് ഈ പിള്ള എന്താ, നബിദിനാഘോഷം അനിസ്ലാമികമാണ് എന്നതിന് ആയത്തുണ്ടോ, ഹദീസുണ്ടോ, അതേപോലെ സ്വഹാബത്തിന്റെ മാതൃകയുണ്ടോ, അധ്യാപനമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതിനെ ഞാൻ പറഞ്ഞത്, ഒരു സംഗതി ഇസ്ലാമികമാകണോ അള്ളാഹു പഠിപ്പിക്കണം. ഒരു സംഗതി ഇസ്ലാമികമാകണോ അള്ളാഹു പഠിപ്പിക്കണം. മജീദ് ശ്രദ്ധിക്കട്ടെ, അടുത്താളെ അവൻ ശ്രദ്ധിക്കട്ടെ. ഓനൊരു 8-10 മുഖാമുഖം ഇപ്പൊ ചോദിക്കാൻ വരുന്നത്. ഇങ്ങനെ മനുഷ്യന്മാർ ശ്രദ്ധിക്കാനായിക്കൂല. അതുകൊണ്ടാണ് പിന്നെ ചോദിക്കേണ്ടി വരുന്നത്. മര്യാദക്ക് സ്വസ്ഥമായി ഇരുന്ന് ഒന്ന് കേട്ട് പഠിച്ചു പോയാൽ പിന്നെ മജീദ് ചോദിക്കാൻ വരില്ല. ഇത് 4 ഭാഗം ആളിരുന്നിട്ട് ഈ ഉത്തരം ശ്രദ്ധിക്കാൻ സമ്മതിക്കൂല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് കഴിഞ്ഞു പോകുമ്പോൾ എന്തേ കിട്ടിയോ അറിയില്ല. അപ്പൊ അടുത്ത മുഖാമുഖത്തിൽ പിന്നെയും വരും. മിഞ്ഞാന്ന് പാലക്കാടും വന്ന് മജീദ് ചോദിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, മജീദ് തൽക്കാലം നമുക്ക് നാട്ടിൽ നിന്ന് കാണാം, അവിടെ തീർക്കാം. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവാണ് പഠിപ്പിക്കേണ്ടത്. ഒരു കാര്യം ഇസ്ലാമികമാണെങ്കിൽ അത് അള്ളാഹ് പഠിപ്പിച്ചില്ല. നബിദിനാഘോഷം തിങ്കളാഴ്ച നോമ്പ് ഇസ്ലാമികമായി. എന്തുകൊണ്ട്? റസൂലുള്ളാഹി പഠിപ്പിച്ചു. നബിതങ്ങളുടെ പേജിലുള്ള സ്വലാത്ത് ഇസ്ലാമികമായി. എന്തുകൊണ്ട്? അള്ളാഹു പഠിപ്പിച്ചു, റസൂൽ പഠിപ്പിച്ചു. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞ് ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ അള്ളാഹ് പറഞ്ഞില്ല, റസൂല് പറഞ്ഞില്ല. അതുകൊണ്ട് അനിസ്ലാമികം തന്നെ. ഇനി പാടില്ല എന്ന ആയത്തുണ്ടോന്നാ, അത് മജീദിനെ ആക്ഷേപിച്ചത് കാര്യമില്ല. അപ്പോൾ സ്ത്രീ വർക്കിന് പോണോന് ഇസ്ലാമിന്റെ ബേസ് തിരിഞ്ഞുകൊള്ളം എന്നില്ല. ഒരാളിപ്പോ പുതിയ ആഘോഷം ഇപ്പൊ ഉണ്ടാക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരാള് പുതിയ ആഘോഷം ഉണ്ടാക്കി. ഇപ്പൊ മജീദ് തന്നെ, മജീദിന്റെ വല്ലിപ്പ ഒരു ചികിത്സക്കുള്ള ആളാണല്ലോ. അതുകൊണ്ട് മജീദ് പറയാ, വല്ലിപ്പ മരിച്ചപ്പോ ഇനി വല്ലിപ്പാന്റെ പേര് ഞാനൊരു ആഘോഷം ഉണ്ടാക്കുകയാണ്.
അപ്പൊ നമ്മൾ പറഞ്ഞു മജീദ് പാടില്ല, അത് ശരിയല്ല, ചെയ്യാൻ പാടില്ല, അനിസ്ലാമികമാണ്. അപ്പൊ ചോദിക്കുക, എന്റെ വല്ലിപ്പാന്റെ പേരിൽ ഇങ്ങനെ ആഘോഷം ഉണ്ടാക്കാൻ പാടില്ല എന്ന ആയത്തുണ്ടോ, ഹദീസുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി നബിദിനാഘോഷം എവിടുന്ന് ആരംഭിച്ചു? നേരത്തെ പറഞ്ഞു ഹിജ്റ 630 മരിച്ച മുദഫർ രാജാവ് തുടങ്ങി വെച്ചു. ഹിജ്റ 630 മരിച്ച മുദഫർ രാജാവ് തുടങ്ങി വെച്ചു. അപ്പൊ അന്ന് വരെയുള്ള മുസ്ലിം ലോകത്ത് ആ ഒരു ആഘോഷം, ആ ഒരു ആചാരം അഹ്ലുസുന്നയുടെ പേരിൽ പരിചയമില്ല. അതിനു മുമ്പ് ഷിയാക്കൾ ചെയ്തിട്ടുണ്ട്. ഷിയാക്കൾ 4-ാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഫാത്തിമിയാക്കളായ ഷിയ വിഭാഗത്തിലെ ഉഗ്രവാദികൾ. എന്നാൽ 630 മരിച്ച മുദഫർ രാജാവ് ഇർബൽ നാട്ട് രാജാവ് തുടങ്ങി വെച്ചു. അവിടുന്ന് ഇങ്ങോട്ട് പ്രചരിച്ചു പോന്നു. എന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ ചോദിക്കുക, ഇത് ശരിയല്ല എന്ന് ഖുർആനിലുണ്ടോ എന്ന്. ഖുർആൻ മൊത്തത്തെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അതാ സ്വീകരിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ എന്താണോ വിലക്കിയത് അതാ ഒഴിവാക്കേണ്ടത്. ആ റസൂൽ കൊണ്ടുവന്ന കൂട്ടത്തിന് നബിദിനാഘോഷം എന്ന ഏർപ്പാടില്ല. അല്ലാഹു തആല ഇറക്കിയ വിശുദ്ധ ഖുർആനിൽ 6,000 ചില്ലാനം ആയത്തുണ്ടെങ്കിലും ഒരൊറ്റ ആയത്തിലും നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ലക്ഷക്കണക്കായ ഹദീസുകൾ, ആ ഹദീസുകളിൽ എവിടെയും നബിദിനം ആഘോഷിക്കാൻ നിർദ്ദേശിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കൂടെ ജീവിച്ച 1,00,000-ലേറെ വരുന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാരും നബിദിനം ആഘോഷിച്ചില്ല. ആ സ്വഹാബത്തിൽ നിന്ന് ദീനു പഠിച്ച താബിഉകൾ, ആ താബിഉകളാരും ജന്മദിനം ആഘോഷിച്ചില്ല. ആ താബിഉകളിൽ നിന്ന് മതം പഠിച്ച തബഉ താബിഉകൾ അവരാരും നബിദിനം ആഘോഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും പരിചയമില്ലാത്തൊരു പുത്തനാചാരം 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ തുടങ്ങി. പിന്നീട് 630 മരിച്ച മുദഫർ രാജാവ് എന്ന രാജാവ് അത് ഏറ്റെടുത്തു, പ്രചാരം നൽകി. അതിൽ നിന്ന് സൂഫികൾ അതിന്റെ പ്രചാരം ഏറ്റെടുത്തു. അങ്ങനെ സൂഫികളിലൂടെ അത് പ്രചരിപ്പിക്കപ്പെട്ടു. പിന്നീട് സുന്നത്ത് എന്താണോ ജമാഅത്ത് എന്താണോ എന്നറിയാത്ത ആളുകൾ സുന്നത്ത് ജമാഅത്തുകാരായി സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അവർ അത് ഏറ്റെടുത്തു, പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ഈ ആചാരം ഉണ്ടായത്, അങ്ങനെയാണ് ഈ ആഘോഷം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് അനിസ്ലാമികം തന്നെ. ഇനി അത് കൂലി കിട്ടുമെന്നാണോ, അത് സുന്നത്താണ് എന്നാണോ, ഫർളാണ് എന്നാണോ, പ്രതിഫലാർഹമാണ് എന്നാണോ, ഇസ്ലാമികമാണ് എന്നാണോ എങ്കിലാണ് ആയത്ത് പറയേണ്ടത്. ഏത് ആയത്തിലാണ് പഠിപ്പിച്ചത്? റബീഉൽ അവ്വൽ 12-ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന്? ഏത് ഹദീസിലാണ് പറഞ്ഞത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന്? ഏത് സ്വഹാബിയാണ് പറഞ്ഞത്? ഏത് താബിഇയാണ് പറഞ്ഞത്? ഏത് താബിഇയാണ് പറഞ്ഞത്? ഇങ്ങനെ ആഘോഷം ഇസ്ലാമികമാണെന്ന്, അത് ആഘോഷിക്കണമെന്ന്, അത് ആചരിക്കണമെന്ന്? അല്ലാഹുവിന്റെ റസൂലിനെ കാലശേഷം 1/2 നൂറ്റാണ്ട് കാലം അവിടുത്തെ പത്നിമാർ ജീവിച്ചിട്ടുണ്ട്. ആ ഭാര്യമാരാരെങ്കിലും റബീഉൽ അവ്വൽ മാസം കടന്നു വന്നപ്പോൾ ഇത്തരം ഒരു ആഘോഷം ചെയ്തുവോ? ഇല്ല, ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 90 കൊല്ലത്തിലേറെ സ്വഹാബിമാർ ജീവിച്ചു. അവരാരെങ്കിലും ചെയ്തുവോ? ഇല്ല, ചെയ്തില്ല. അത് തന്നെ തെളിവാണ് ഇത് ഇസ്ലാമികമല്ല, ഇത് അനിസ്ലാമികമാണ്, ഇത് പുത്തനാചാരമാണ്, ഇത് ബിദ്അത്താണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. ഒരു മിനിറ്റ്, വല്ലപ്പുഴക്കാർക്ക് ചോദിക്കാണ്ടെങ്കിൽ ആളുകൾ ഒന്ന് മാറിക്കണം. നാളെ സമയം കിട്ടില്ല എന്ന് പറയരുത്. വല്ലപ്പുഴക്കാർക്ക് ആർക്കെങ്കിലും ചോദിക്കാം. അല്ല അല്ല, നിങ്ങൾക്ക് തരാം. വല്ലപ്പുഴക്കാർക്ക് മുൻഗണന കൊടുക്കുന്ന വല്ലപ്പുഴക്കാരുണ്ടെങ്കിൽ ചോദിക്കാം. ഒഴിവാക്കണ്ട. വല്ലപ്പുഴക്കാർക്ക് മജീദ് വേണം. ഇരിക്കട്ടെ. ഒരുപാട് സംവാദങ്ങളിൽ വന്ന് ചോദിച്ച ആളല്ലേ, അപ്പൊ അവിടെ നിൽക്ക്. അങ്ങനെ വിടാൻ തീരുമാനിച്ചില്ല. അല്ല, ആദ്യം വല്ലപ്പുഴക്കാർ ചോദിക്കും. എന്റെ ചോദ്യം സ്വാഗതം. ആളുകൾ ശ്രദ്ധിക്കുക, റോഡ് ബ്ലോക്ക് ആക്കരുത്. എന്റെ പേര് സലാം, വല്ലപ്പുഴ. എന്റെ ചോദ്യം സ്വാഗത പ്രസംഗത്തില് കേട്ട ഒരു ചോദ്യമാണ്. സ്വാഗത പ്രസംഗത്തില് മറ്റേ റഹ്മത്തങ്ങാടിയിൽ സംഭവിച്ച EKAP ഗ്രൂപ്പ് കളിയെ പറ്റിയും അവിടുത്തെ പ്രസംഗത്തിലെ ഭിന്നതയെക്കുറിച്ചും പറഞ്ഞു. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനക്കാര് അത്തരം ഭിന്നിപ്പുണ്ടാക്കുന്നവരല്ലെന്നും മറ്റേ വാഗ്വാന പ്രസംഗം ഇപ്പോൾ അരമണിക്കൂർ മുന്നേ ഇവിടെ നടക്കുകയുണ്ടായി. അതാണ് ചോദ്യം. ഏതും ചോദിക്കാം. അപ്പോ ഞങ്ങളുടെ ചോദ്യം, ഇപ്പൊ ഈ വെള്ളിയാഴ്ച മഞ്ചേരിയില് ഒരു മുജാഹിദ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം കാരണം അടപ്പിക്കുകയും ഉണ്ടായി. അപ്പോ എന്ത് പറയുന്നു മുജാഹിദുകാർ? ഇൻഷാ അല്ലാഹ് ഉത്തരം പറയാം. അതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വിഷയം നബിദിനാഘോഷമാണ്. നബിദിനാഘോഷം ഇസ്ലാമികമോ അനിസ്ലാമികമോ? അതിനും കൂക്കുക അതാണ് വേണ്ടത്. അതാണ് സാക്ഷാൽ സഖാഫത്ത്, സംസ്കാരം. അപ്പൊ അതുകൊണ്ട് മഞ്ചേരിയിൽ എന്ത് നടന്നു അത് പറയും മുമ്പ് എന്താ ചോദിക്കേണ്ടത് എന്ന് സുഹൃത്ത് മറന്നുപോയി.
മഞ്ചേരി വിഷയത്തിൽ നയിക്കുന്നതിന് ഇടപെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയും എനിക്ക് തന്നെയാണ്. അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇവിടെ വിഷയം നബിദിനാഘോഷം ഇസ്ലാമികമോ അതല്ല അനിസ്ലാമികമോ, അതാണ്. സുഹൃത്ത് ഫോൺ ചെയ്യാൻ ഉത്തരം ശ്രദ്ധിക്ക്. നബിദിനാഘോഷം ഇസ്ലാമികമാണെങ്കിൽ ഞാൻ പറഞ്ഞു ആയത്ത് വേണം, ഹദീസ് വേണം, സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളെ പിൻബലം വേണം, താബഈങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവണം, തബഉ താബികൾ പഠിപ്പിച്ചിട്ടുണ്ടാവണം. അതൊന്നും ഇല്ലാത്തതിനാൽ അനിസ്ലാമികം തന്നെ. അപ്പൊ അതിൽ ഏതായാലും സുഹൃത്തിന് സംശയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബോധ്യമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് ചോദിക്കാത്തത്. പിന്നെ മഞ്ചേരി എന്ത് നടന്നു എന്നാണ്. ലോകത്ത് പലയിടത്തും പലതും നടക്കാറുണ്ട്, പലരും പല രൂപത്തിലും ചെയ്യാറുണ്ട്. അതെല്ലാം കൂടി ചോദിക്കാനുള്ള വേദി അല്ല ഇത്. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് വിശദീകരിക്കട്ടെ. അവിടെ മുജാഹിദുകളായ ആളുകൾ, പള്ളി ഭാരവാഹികൾ അവരെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആ പള്ളിയുടെ ഭാരവാഹികളല്ലാത്ത, ആ നാട്ടുകാർ പോലുമല്ലാത്ത ഏതാനും ആളുകൾ പുറത്തുനിന്ന് വന്നു. ഏതുപോലെ ഇവിടെ ചോദിക്കാൻ പത്തപ്പിരിയത്തിൽ നിന്ന് മജീദ് വന്നതുപോലെ വല്ലപ്പുഴക്കാർക്ക് വേണ്ടി സംഘടിപ്പിച്ച വേദിയിൽ വല്ലപ്പുഴക്കാരല്ലാത്ത, ഈ മണ്ഡലക്കാരനല്ലാത്ത, ഈ ജില്ലക്കാരൻ പോലുമല്ലാത്ത മജീദ് വന്നതുപോലെ മഞ്ചേരി പള്ളിയുടെ കമ്മിറ്റിക്കാർ തീരുമാനിച്ച തീരുമാനം നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്ന് പറയാൻ കുണ്ടോട്ടിയിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും ഏതാനും ആളുകൾ വന്നു. ആ വന്നവർ മുജാഹിദാണോ അല്ലേ എന്ന് പോലും ഞങ്ങൾക്ക് ഉറപ്പില്ല. കാരണം സാധാരണഗതിയിൽ ഒരു മുജാഹിദുകാരനെ തിരിച്ചറിയാനുള്ള ഇസ്ലാമികമായ കുറെ മര്യാദകളും അവന്റെ വേഷത്തിലും അതേപോലെ അവന്റെ സംസ്കാരത്തിലുമെല്ലാം കാണുന്ന ഒരുപാട് മതപരമായ അച്ചടക്കവും അടക്കവും ഒതുക്കവും എല്ലാം ഉണ്ട്. അതൊന്നും അവരിൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ഏതോ ചില ആളുകൾ ഇത് പ്രശ്നമാക്കാൻ വേണ്ടി മാത്രം തക്കം കാത്തു കഴിയുന്നവർ അവർ പുറത്തുനിന്ന് ചില ടീമുകളെ പറഞ്ഞയച്ചതാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അവരുടെ ഇടപെടലാണ് ആ പ്രശ്നങ്ങൾക്ക് കാരണം. അങ്ങനെ പുറത്തുനിന്ന് വന്ന ആളുകൾ അവർ ഇടപെടുകയും അത് പ്രശ്നമായി കലാശിക്കുകയും ചെയ്തു. വാസ്തവം അറിയാതെ പത്രക്കാര്, പ്രത്യേകിച്ച് മാധ്യമവും സിറാജും പോലെയുള്ള പത്രക്കാരൊക്കെ പലതും എഴുതി വിട്ടു. അത് വായിച്ചിട്ടായിരിക്കാം സഹോദരന്റെ ഈ ചോദ്യം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും അത്തരം ചോദ്യങ്ങളല്ല ചോദിക്കേണ്ടത്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അത് ഇസ്ലാമികമാണ് എന്നതിൽ ആയത്തോ ഹദീസോ സ്വഹാബത്തിന്റെയോ താബികളുടെയോ തബഉ താബികളുടെയോ അധ്യാപനങ്ങളെ പിൻബലമോ ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. ഇനി ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നാണെങ്കിൽ അതാണ് പറയേണ്ടത്. നമ്മുടെ വിഷയം അതാണല്ലോ. നബിദിനാഘോഷം ഇസ്ലാമികമോ അതോ അനിസ്ലാമികമോ എന്ന ഭാഗത്ത് നിന്നുകൊണ്ടാണല്ലോ ചർച്ച നടക്കുന്നത്. ഞങ്ങൾ ടൈറ്റിൽ കൊടുത്തു നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ. അത് ഖണ്ഡിക്കാൻ, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ തന്നെ ചോദിക്കുക. അല്ലാതെ മഞ്ചേരി എന്തുണ്ടായി, ഇനി അത് പറഞ്ഞാൽ അപ്പുറത്ത് പിന്നെ ചുങ്കത്തറ എന്തുണ്ടായി അതും പിന്നെ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ പറയും ചുങ്കത്തറ മജീദ് വന്നു, കുഴപ്പമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, ആളെയും കൂട്ടി വന്നു, തക്ബീർ ചൊല്ലി, ഒരുപാട് കസര നശിപ്പിച്ചു, ഓൻ തടി തപ്പി എന്ന് പറയേണ്ടി വരും. അപ്പൊ ആ വക സംഗതികളല്ല ചോദിക്കേണ്ടത്. മറിച്ച് കൃത്യമായി നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ എന്ന ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് വല്ലതുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം. വിഷയവുമായി ബന്ധപ്പെട്ട ചോദിക്കട്ടെ. വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചോദിക്കട്ടെ. മൈക്ക് വിഷയവുമായി ബന്ധപ്പെട്ടതാവണം ചോദിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫൈസൽ മുസ്ലിയാരെ വീട്ടിൽ എന്തുണ്ടായി ചോദിച്ചാൽ അത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ഉസ്താദിനോട് ഒരു ചോദ്യം കൂടി. ഒന്നോ രണ്ടൊക്കെ ചോദിക്കാം. നബിദിനത്തെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം അല്ല എങ്കിലും നിങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വല്ലപ്പുഴക്കാർക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാണ്, വല്ലപ്പുഴക്കാർക്ക് ചോദിക്കാനുള്ള അവസരം ഉള്ളൂ എന്ന്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രഥമ പരിഗണന, ഒന്നാം പരിഗണന വല്ലപ്പുഴക്കാർക്കാണെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ മജീദിന് കൊടുക്കൂലല്ലോ. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കതുള്ളത് പറയും. അപ്പൊ നമുക്ക് എന്റെ ചോദ്യം വന്നത് ഇവിടുത്തെ വല്ലപ്പുഴത്തെ KNM ആളോടാണ് എന്റെ ചോദ്യം വന്നത്. അപ്പൊ നിങ്ങളെക്കാളും പരിഗണന അയാൾക്ക് കൊടുത്തിട്ട് അയാൾ ഈ വിഷയത്തെ പറ്റി എന്നോടൊന്ന് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? അല്ല, ഇവിടെ നിങ്ങൾ ചോദിച്ചത് മഞ്ചേരി പ്രശ്നമാണ്. മഞ്ചേരി എന്നുള്ളത് വല്ലപ്പുഴ ഗ്രാമത്തിലോ വല്ലപ്പുഴ പഞ്ചായത്തിലോ പെട്ട സ്ഥലമല്ല സുഹൃത്തെ. മഞ്ചേരി എന്നുള്ളത് ഈ വല്ലപ്പുഴയുടെ ഈ പഞ്ചായത്തിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമല്ല, ഈ ജില്ലയിൽ പോലും പെട്ട സ്ഥലമല്ല, ഈ ജില്ലയിൽ പോലും പെട്ടതല്ല. ഇനി ഇൻഷാ അല്ലാഹ് അത് ചർച്ച വേണോ എങ്കിൽ ഇവിടെ സ്വാഗതം പറഞ്ഞ സവാദാണല്ലോ. സുഹൃത്ത് ശ്രദ്ധിക്കണില്ല, ഉത്തരം ശ്രദ്ധിക്ക്. ഇവിടെ സ്വാഗതം പറഞ്ഞ സവാദാണല്ലോ. അതുകൊണ്ട് ആ സ്വാഗതവുമായി ബന്ധപ്പെട്ടാണല്ലോ താങ്കൾ സംശയം ഉണ്ടായത്. എങ്കിൽ സവാദ് തയ്യാറാണ്. നാളെ രാവിലെ വേണേ നിങ്ങളെ വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. നിങ്ങളെ വീട്ടിലേക്ക് അങ്ങോട്ട് വരും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ചെന്നാൽ മതി.
അടുത്താള് പേര് പറയാം, സ്ഥലവും പറയാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അൻസാർ എന്നാണ്. ഞാൻ ചൂരക്കോട് നിവാസിയാണ്. ഇവിടെ 3 കിലോമീറ്റർ. ഞാൻ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള ആളല്ല. എങ്കിലും സാദരീകമായി ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എനിക്ക് ഈ പ്രസംഗം ശ്രവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ആചാരങ്ങളോ അല്ലെങ്കിൽ ആചാരത്തിൽ ദിവസത്തെ പ്രത്യേകമായി അല്ലെങ്കിൽ മാസത്തെ പ്രത്യേകമായി ആഘോഷിക്കലോ തെറ്റാണോ ശരിയാണോ എന്നാണ് ഇവിടുത്തെ വിഷയമെന്ന് മനസ്സിലാക്കിയവരുണ്ട്. ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ കേട്ടത് സുന്നി പണ്ഡിതന്മാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ നബിയുടെ പിതാവിൻ്റെ ബന്ധു, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ എളാപ്പയാണെന്ന്, നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതുകൊണ്ട് ഒരു മൃഗത്തിനെ അറുക്കുകയും ഒരു അടിമയെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന്. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതത്തിൽ പ്രത്യേക ദിനത്തിൽ ഗുണമുള്ളതാണ് എന്നും ഞാൻ സുന്നി പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആ ദിനത്തെ കാത്തിരുന്ന മദീന നിവാസികൾ ദിവസങ്ങളോളം നബിക്ക് വേണ്ടി കാത്തിരിക്കുകയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ അവർ പ്രത്യേക ദഫ്മുട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ആഘോഷം കൊണ്ട് വല്ലാതെ ആഹ്ലാദവാന്മാരായി പോവുകയും ചെയ്തു എന്ന്. ഈ സംഭവത്തെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോ എതിർക്കുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ചെയ്തതായി അറിവില്ല. എനിക്കറിയില്ല, എൻ്റെ അറിവില്ലായ്മയാകാം. ഈ സംഭവങ്ങൾ തെറ്റാണോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആഘോഷിച്ചതിൻ്റെ പേരിൽ നബിയുടെ പിതാവിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ പിതാവിൻ്റെ എളാപ്പ അങ്ങനെ ആരോ ആവട്ടെ അവർക്ക് ഗുണം കിട്ടും എന്നുള്ള വാദം തെറ്റാണോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഈ ആഘോഷിച്ചത് തെറ്റാണോ? അല്ലെങ്കിൽ അത് ആ ദിവസം ആഘോഷിക്കാമെങ്കിൽ നമുക്ക് നബിയെ ലഭിച്ച റബീഉൽ അവ്വൽ മാസത്തിൽ എന്തുകൊണ്ട് ആഘോഷിച്ചുകൂടാ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. രണ്ടാമത്തത് പറഞ്ഞത് ഹദീസിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട സംഭവമാണ്. ഒന്നാമത്തേത് അങ്ങനെ പ്രാമാണികമായി സ്ഥിരപ്പെട്ട ഒരു സംഭവമല്ല. ഒന്നാമത്തേത് അബൂലഹബ് ആണ് പരാമർശിക്കപ്പെട്ട വ്യക്തി. ആ അബൂലഹബിന് നരകശിക്ഷയിൽ ഇളവുണ്ട് എന്ന് പറയപ്പെടുന്ന സംഭവമാണ് സാധാരണ അത്തരം ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാറുള്ളത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് നമ്മോട് പറയേണ്ടത് ഒന്ന് അള്ളാഹുവാണ്, 2 അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവോ റസൂലോ ആണ് പറയേണ്ടത് അബൂലഹബിന് ഇന്ന കാരണത്താൽ നരകത്തിൽ ഇളവുണ്ട്. അത് അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടില്ല, അങ്ങനെ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇനി തിരിച്ചു പറയുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, താങ്കൾ ഒരു പണ്ഡിതനല്ലെങ്കിലും താങ്കൾക്ക് പോലും അറിയാവുന്ന സൂറത്താണല്ലോ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന അധ്യായം. അതിൽ പഠിപ്പിച്ചെന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ, അത് നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പാദ്യമോ അവന്റെ സ്വത്തുക്കളോ അവന് ഉപകരിച്ചില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവൻ കടന്ന് എരിയുക തന്നെ ചെയ്യും. ഇത് അവനെക്കുറിച്ച്, അബൂലഹബിനെ കുറിച്ച് അള്ളാഹു നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അബൂലഹബ് നരകത്തിലാണ് എന്നും അബൂലഹബിന് 2 കൈകളും നശിച്ചുവെന്നും അബൂലഹബിന്റെ സ്വത്തോ സമ്പാദ്യങ്ങളോ അവന് ഉപകരിച്ചില്ല എന്നും വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു. ഇനി അതിനപ്പുറം ഇതൊക്കെ ഉണ്ടെങ്കിലും അവന്റെ ഒരു സമ്പാദ്യം ഉപകരിച്ചുവെന്ന് റസൂലുള്ളാഹി പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞാൽ അംഗീകരിക്കാം, അതും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു സ്വപ്ന കഥയുണ്ട്. അബൂലഹബിന്റെ വഫാത്തിനു ശേഷം അബൂലഹബിന്റെ കുടുംബക്കാരൻ സ്വപ്നം കണ്ടു എന്നാണ്. റആഹു ബഅദു അഹ്ലിഹി, അബൂലഹബിന്റെ ഒരു കുടുംബക്കാരൻ അബൂലഹബിന്റെ സ്വപ്നം കണ്ടു വളരെ മോശമായ അവസ്ഥയിൽ. അപ്പൊ ചോദിച്ചു അബൂലഹബിനോട്, എന്താണ് നിന്റെ അവസ്ഥകൾ? അപ്പൊ അബൂലഹബ് പറഞ്ഞു, നിങ്ങളെ വിട്ട് പോന്നതിന് ശേഷം എനിക്ക് യാതൊരു ആശ്വാസവും ലഭിച്ചിട്ടില്ല, ഒരു ഖൈറും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇതിലൂടെ വെള്ളം നൽകപ്പെടുന്നു എന്നതല്ലാതെ ഞാൻ സുവൈബ എന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിനാൽ. ഇത് ആര് പറഞ്ഞു? അബൂലഹബ് പറഞ്ഞു. ഏത് അബൂലഹബ്? സയസ്ലാ നാറൻ ദാത ലഹബ് എന്ന് പറഞ്ഞ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞ, ഒരു സമ്പാദ്യവും ഉപകരിക്കില്ല എന്ന് അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പഠിപ്പിച്ച അബൂലഹബ് സ്വപ്നത്തിന് വന്നിട്ട് ഒരാൾ പറയാ എനിക്ക് അവിടെ ഇളവുണ്ട്. അതാണ് കഥ.
അപ്പൊ അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നേർക്ക് നേരെ ജീവനോടെ വന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇസ്ലാമിൽ എന്തല്ല, അത് പ്രമാണമല്ല, അത് സ്വീകരിക്കാവതല്ല. എങ്കിൽ പിന്നെ അബൂലഹബിന്റെ മരണശേഷം അബൂലഹബിന് ഒരാൾ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ അബൂലഹബ് ഇങ്ങനെ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഒരിക്കലും ഒരു മാതൃകയല്ല, പ്രമാണമല്ല. മറ്റേത് അള്ളാഹു റസൂൽ മക്കയിൽ നിന്ന് ഹിജ്റ പോവുകയാണ്. മദീനക്കാരുമായി അള്ളാഹു റസൂൽ ഹജ്ജിന്റെ സമയത്ത് ഒരു കരാറുണ്ടാക്കി. ഹജ്ജിന്റെ സമയത്ത് മദീനക്കാർ ഹജ്ജനായി വന്നപ്പോൾ അവിടെ വെച്ച് സംസാരിക്കുകയും അവരുമായി ദീനീ കാര്യങ്ങൾ പറയുകയും അവരിൽ ഏതാനും ആളുകൾ ദീന് സ്വീകരിക്കുകയും നബിതങ്ങളും സ്വഹാബത്തും ഇവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, റസൂലെ താങ്കൾ അങ്ങോട്ട് പോരൂ, ഞങ്ങൾ താങ്കളെ സ്വീകരിക്കാം, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോരൂ, എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് ഈ നാട്ടിൽ കഴിയുന്നത്? അല്ലാഹു തആലയുടെ സമ്മതം കിട്ടാൻ വേണ്ടി അല്ലാഹു റസൂൽ കാത്തുനിന്നു. ആ സമ്മതം കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഹിജ്റ പുറപ്പെട്ടു. മുഹറം മാസത്തിൽ ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. റബീഉൽ അവ്വൽ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയുണ്ടായത്. അങ്ങനെ ഹിജ്റ ചെന്ന് മദീനയിലേക്ക് നബി തങ്ങൾ പുറപ്പെട്ടു. ആ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടി മദീനക്കാർ എന്നും വന്ന് കാത്തു നിൽക്കും. അങ്ങനെ കുറെ സമയം കാത്തുനിന്ന് നബി തങ്ങൾ വരുന്നില്ലെന്ന് കാണുമ്പോൾ പിന്നീട് അവർ തിരിച്ചു പോകും. അങ്ങനെ റസൂൽ വരുന്നത് അവർ കാണുകയാണ്. സന്തോഷം കൊണ്ട് അവർ തുള്ളിച്ചാടുകയാണ്. അവർ റസൂലുള്ളാഹിയെ സ്വീകരിക്കുകയാണ്. അത് സ്ഥിരപ്പെട്ട സംഭവം തന്നെയാണ്. പിന്നെ അതിൽ പാടിയ പാട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനൊക്കെ സനദിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്നാലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ അങ്ങനെ സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവും നമുക്കില്ല. അവർ ചെയ്ത് ശരിയല്ല എന്ന് പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇന്ന് വന്നാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂല് വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചെല്ലണം, കാത്തു നിൽക്കണം. മാത്രവുമല്ല നമ്മൾ അതിർത്തിയിൽ ചെന്ന് കാത്തിക്കാൻ പറ്റുമെങ്കിൽ അവിടെ കാത്തിക്കണം. കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകണം. യാതൊരു തർക്കവുമില്ല. അല്ലാഹു റസൂൽ മാത്രമല്ല, ആ നിലക്കുള്ള ഒരു സ്വീകരണമോ ആ നിലക്കുള്ള ഒരു സമീപനമോ തെറ്റാണ് എന്നല്ല പറഞ്ഞത്. മറിച്ച് സഹോദരന്റെ ന്യായമായ സംശയം ഇത് അടിസ്ഥാനമാക്കി ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്കെന്തുകൊണ്ട് നബി തങ്ങളെ തന്നെ കിട്ടിയ ആ ദിവസവും മാസവും ഒക്കെ വരുമ്പോൾ ആഘോഷിച്ചുകൂടാ എന്നാണ്. അത് എന്തുകൊണ്ടില്ല? ഈ സംഭവം അവിടെ സ്വീകരിക്കാമെന്ന സ്വഹാബത്താണ്, സ്വീകരിക്കപ്പെട്ടതോ റസൂലും സ്വഹാബത്തുമാണ്. അപ്പോൾ ഇതിൽ ഇടപെട്ട എല്ലാവരും സ്വഹാബിമാരാണല്ലോ. സ്വീകരിച്ചതും സ്വഹാബിമാർ, അങ്ങോട്ട് ചെന്നതും റസൂലും സ്വഹാബത്തും. എന്നിട്ട് ഈ സംഭവം ഉണ്ടായിട്ട് അടുത്ത വർഷമായപ്പോൾ, അടുത്ത വർഷവുമുണ്ടല്ലോ റബീഉൽ അവ്വൽ മാസം, ഹിജ്റ കഴിഞ്ഞിട്ട് പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലത്തിലേറെ ജീവിച്ചിട്ടുണ്ട്. ആ 10 കൊല്ലങ്ങളിൽ റബീഉൽ അവ്വൽ മാസങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 11ാമത്തെ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത്. എങ്കിൽ അടുത്ത വർഷം റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തില്ല, കഴിഞ്ഞ വർഷം റബീഉൽ അവ്വലിലാണല്ലോ ഇവർ നമ്മെ സ്വീകരിച്ചത്, അതുകൊണ്ട് നമുക്കിതാ ഈ മാസം തിരിച്ചു വരുമ്പോൾ നമുക്ക് അതേപോലെ ആചരിക്കാം, ആഘോഷിക്കാമെന്ന് പറഞ്ഞില്ല. 10 കൊല്ലം റസൂൽ ജീവിച്ചു. ആ 10 കൊല്ലത്തിനിടയ്ക്ക് എവിടെയും നബി തങ്ങൾ ഇത് മാതൃകയാക്കി അങ്ങനെ രീതി പഠിപ്പിച്ചില്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഏകദേശം 90 കൊല്ലത്തിലേറെ സ്വഹാബിമാർ ജീവിച്ചു. അതും മദീനയിൽ 10 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിനെ കൂടെ സൗജന്യ സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരൊക്കെ റസൂൽ മദീനത്തേക്ക് വരുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന് 8, 9, 10 വയസ്സ് പ്രായമാണ്. നബി തങ്ങൾ വഫാത്താകുന്നത് വരെ 10 കൊല്ലം ആ റസൂലിന്റെ കൂടെ സൗജന്യ സേവനം ചെയ്ത ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ വഫാത്തായപ്പോൾ ഇനി റസൂലില്ലാത്ത മദീനയിൽ ജീവിക്കാനാവില്ല എന്ന് മനസ്സിലാക്കി വിഷമം സഹിക്കവയ്യാതെ, ദുഃഖം സഹിക്കവയ്യാതെ മദീന വിട്ട് പോയവരാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി പോലും നബിയുടെ കാലശേഷം 90 കൊല്ലത്തോളം ജീവിച്ചിട്ട് ഹിജ്റ 103-ലോ 105-ലോ ഒക്കെയാണ് അദ്ദേഹം വഫാത്താകുന്നത് എന്നാണ്. അപ്പോൾ 90 കൊല്ലത്തോളം നബി തങ്ങളുടെ കാലശേഷം ആ സ്വഹാബി ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്വഹാബി പോലും ഈ സംഭവത്തിന് സാക്ഷിയായിട്ട് പോലും അദ്ദേഹം ഒരിക്കലും റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ ഇങ്ങനെ ആചാരം ആചരിച്ചില്ല. ഇസ്ലാമിൽ ഒരു പുതിയ ആചാരം മറ്റേതെങ്കിലും ഒന്ന് ബേസ് ചെയ്ത് ഉണ്ടാക്കാൻ നമുക്ക് വകുപ്പില്ല. ഇസ്ലാമിലുള്ള ആചാരമാണോ റസൂൽ പഠിപ്പിക്കണം. ഏതുപോലെ സഹോദരന് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം. 5 വക്ത് പള്ളിയിൽ പോയാൽ നമ്മളൊക്കെ ജമാഅത്തായി നമസ്കരിക്കുന്നു. ഉസ്താദിനോട് ചോദിക്കുക, എന്താ ഉസ്താദെ ജമാഅത്തായി നമസ്കരിക്കാൻ കാരണം? ഉസ്താദ് അതിൻ്റെ ഹദീസൊക്കെ പറഞ്ഞുതരും. 27 ഇരട്ടി പുണ്യമുണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ പറഞ്ഞുതരും. അപ്പം നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ സ്വഹീഹായ സ്ഥിരപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ളവർ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ടെങ്കിൽ എന്തേ ഉസ്താദെ നമുക്ക് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തും കൂടി നമുക്ക് ജമാഅത്തായി നിസ്കരിച്ചുകൂടാ? ഉസ്താദ് പറയും പറ്റൂല.
പറ്റൂല. എന്തുകൊണ്ട് പറ്റില്ല? റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. റവാത്തിബ് സുന്നത്തുകൾ ഏതും അങ്ങനെ ജമാഅത്തെ നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല. എന്തുകൊണ്ട്? റസൂൽ അങ്ങനെ പഠിപ്പിച്ചില്ല. അപ്പോൾ ഇബാദത്തിന്റെ വിഷയങ്ങളിൽ അള്ളാഹും റസൂലും എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമേ ചെയ്യാവൂ. അതിലേക്ക് ബേസ് ചെയ്ത് പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റൂല. തിങ്കളാഴ്ച നോമ്പ് നമ്മൾ നോക്കുന്നു, എന്തുകൊണ്ട്? ഇത് ബേസ് ചെയ്തിട്ടല്ല, റസൂൽ പ്രത്യേകം പഠിപ്പിച്ചു തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ് എന്ന്. എന്നാൽ അത് ബേസ് ചെയ്തിട്ട് റബീഉൽ അവ്വൽ 12 നോമ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. ഒരാൾ പറയാ നബി തങ്ങൾ ജനിച്ച ദിവസം തിങ്കളാഴ്ച, അന്ന് നോമ്പുണ്ടായല്ലോ, എങ്കിൽ നബി തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ 12 ഞാൻ നോമ്പ് നോക്കിയിട്ടാണല്ലോ, പറ്റില്ല. അങ്ങനെ നോറ്റാലോ അത് ബിദ്അത്താണ് താനും. അപ്പൊ ഇസ്ലാമിലെ ഇബാദത്തുകൾ, ഇസ്ലാമിലെ ആചാരങ്ങൾ അത് ആയത്തുകളെയും ഹദീസുകളെയും അടിസ്ഥാനത്തിലാണ് നാം അത് സ്വീകരിക്കേണ്ടത്. നബിയിൽ നിന്ന് ദീനു പഠിച്ച സ്വഹാബത്താണ് അത് ജീവിതത്തിൽ പാലിച്ച് ആദ്യമായി നമുക്ക് മാതൃക കാണിച്ചു തരേണ്ടത്. അവരാരും ചെയ്യാത്ത ഒന്ന്, പിൽക്കാത്ത രാഷ്ട്രീയക്കാരനായ മുദഫർ എന്ന രാജാവുണ്ടാക്കിയ ഏർപ്പാട്, ആ ഏർപ്പാട് ഇസ്ലാമിൽ ഒരു ആചാരമായി, ഇസ്ലാമിൽ പുണ്യകർമ്മമായി നമുക്ക് അനുവദിക്കാൻ വകുപ്പില്ല എന്നതുകൊണ്ടാണ് ഇത് അനിസ്ലാമികമാണ് എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് വല്ലപ്പുഴയിലെ തന്നെ ഹംസ മുസ്ലിയാർ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ മുസ്തഫ സക്കാഫി ആരോ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. അവരിങ്ങോട്ട് കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വല്ലപ്പുഴയിലെ ആളുകളാണ്. ആരെങ്കിലും ഒരാൾ ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആളുകൾ കഴിയാത്തത് കൊണ്ടാണ് വിടാത്തത്. അതുകൊണ്ട് ഹംസ മുസ്ലിയാർ നേരത്തെ എന്നോട് പറഞ്ഞു ഇവിടെ കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു. ഹംസ മുസ്ലിയാർക്ക് അവിടെ ഇപ്പോൾ പിന്നെ ദൂരം നിന്നുള്ള വന്ന ആൾ ഒന്ന് മാറിയിരിക്കുകയാണെങ്കിൽ വല്ലപ്പുഴയിൽ തന്നെയുള്ള ഹംസ മുസ്ലിയാരോ അല്ലെങ്കിൽ മുസ്തഫ സക്കാഫിയോ ആരാ ചോദിക്കടിച്ച അദ്ദേഹത്തിന് ഒന്ന് അവസരം കൊടുക്കണം. ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ശേഷം അവർക്ക് അവസരം കൊടുക്കുക എന്ന് ഉണർത്തുന്നു. ഞാൻ വല്ലപ്പുഴ ഷാഉൽ ഹമീദ്. എനിക്കൊരു 42 വയസ്സായി.